നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം കന്യക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം അത്തം ചിത്തിര 1, 2 പാദ നക്ഷത്ര ജാതകരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു കന്യക്കൂറിൽപ്പെട്ട നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളത് എന്ന് ചോദിച്ചാൽ, ഏതൊരു കന്യക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം പറയുന്നത് കന്യക്കൂറിലെ ഉത്രം 2, 3, 4 പാദ നക്ഷത്ര ജാതകരുടെ 2026 ജനുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. കന്യക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദ നക്ഷത്ര ജാതകരെ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശനി കണ്ടകശനി ഭാഗത്ത് നിൽക്കുന്നതാണ് പ്രശ്നം. ചാരവശാലുള്ള ഗ്രഹത്തിൽ നോക്കുമ്പോൾ 7 ശനി, 10 വ്യാഴം, 6 രാഹു, 12 എത്തും. ഇതോടൊപ്പം സൂര്യ ചന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും വരുന്നുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളോ വേർപിരിയലോ വിയോഗമോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വളരെയേറെ ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. പ്രണയ വിഷയങ്ങളിൽ പോലും ചില ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ കൊണ്ട് തെറ്റിദ്ധാരണകൾ കൊണ്ട് വേർപിരിയലോ വിയോഗമോ ഉണ്ടായേക്കാം. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ ഏകദേശം നടന്നു കിട്ടാനിടയുള്ളൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിഷയത്തിലാണെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ തേടിക്കൊണ്ടാണെങ്കിലും പോകുവാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കാം. അതുപോലെ തന്നെ വിവാഹ വിഷയത്തിൽ ഒരു അകാരണമായ തടസ്സം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ട് അധ്വാനഭാരം വർദ്ധിക്കുവാനോ അതല്ലെങ്കിൽ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനോ കൂടെ നിൽക്കുന്നവർ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പാരവയ്പ്പുകൾ നടത്തുവാനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, സ്ഥാപനമാറ്റം, ഇങ്ങനെയൊക്കെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഇടയുള്ള ഒരു കാലഘട്ടമാണ്. അധികാരസ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഇളക്കി പ്രതിഷ്ഠ ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. നിയമപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിജയം പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ തീർക്കുന്ന കാര്യത്തിൽ ഏകദേശം ഗുണഫലങ്ങൾ കാണാൻ സാധ്യത. എന്നാലും ഏകദേശം ഒരു ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ പോകുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലതെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഉത്രം 2, 3, 4 പാദ നക്ഷത്രങ്ങളുടെ 2026 ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷഫലത്തിലേക്ക് കടന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗമുണ്ട്. വിദ്യാഭ്യാസ വിഷയത്തിൽ പുരോഗതി നേടുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുന്നതാണ്. കുടുംബപരമായിട്ടോ ദാമ്പത്യപരമായിട്ടോ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും പൊതു ഗുണ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കുടുംബത്തിലുള്ളവരുടെ തന്നെ സഹകരണത്തിലൂടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള കടബാധ്യതകളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ വിധേയത്വം കാണിക്കുന്നവരിൽ നിന്ന് തന്നെ വിപരീത ഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ അബദ്ധം മൂലം ഏതെങ്കിലും തരത്തിലുള്ള ധനമോ സ്ഥാനമോ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടബാധ്യതകളുടെ കാര്യത്തിൽ മനസ്സുറച്ച് തീരുമാനിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സാമ്പത്തിക ബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അപമാന ഭയം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. എന്നാൽ പോലും ഏകദേശം കാര്യങ്ങൾ ഒരു പരിധിവരെ പോകും നല്ലതായിട്ട് വരുമ്പോൾ പോലും തൊഴിൽ സംബന്ധമായിട്ടുള്ള ചാഞ്ചാട്ടം കൂടുതൽ ആശങ്കപ്പെടുത്തുവാനും ഇടയുണ്ട്. അടുത്തത് അത്തം നക്ഷത്രജാതരുടെ 2026 ജനുവരി മാസത്തിലെ ഗുണദോഷ ഫല സാധ്യത ശ്രദ്ധിച്ചാൽ ബന്ധുക്കളുമായിട്ടുള്ള ഏർപ്പാടുകളൊന്നും പ്രതീക്ഷിക്കുന്നത്ര വിജയം ഉണ്ടാവണമെന്നില്ല. തൊഴിൽ മേഖലയിലും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാനിടയുണ്ട്. പുതുതായിട്ട് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് അലച്ചിൽ വർദ്ധിച്ചേക്കാം.
ഏറ്റെടുത്തിരിക്കുന്ന കരാറ് പണികളൊക്കെ പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്ത് കൊടുക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയാൽ പോലും കൂടെ പ്രവർത്തിക്കാൻ ചില സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലം കാര്യങ്ങൾ നീണ്ടുപോകാനും അതുവഴി മാനേജ്മെൻറ്റിൻ്റെ അപ്രീതിക്ക് പാത്രമാകുവാനും ഇടയുണ്ട്. സ്ഥാനമാനങ്ങളിൽ ചില മാറ്റം മറിച്ചിലുകൾ വന്നേക്കാം. അധികാര സ്ഥാനത്തിരിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ മറിച്ച് നിയമിക്കപ്പെടാൻ ഇടയുണ്ട്. പ്രവാസ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം കാര്യങ്ങൾ നടന്നു മാറുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉലച്ചു തട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അനാവശ്യ സംശയങ്ങളോ കലഹങ്ങളോ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതു തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാലും അവയുടെ നിജസ്ഥിതി പരിശോധിച്ച് മാത്രം അഭിപ്രായം പറയുക, തീരുമാനമെടുക്കുക. കോടതി വ്യവഹാരങ്ങൾ സംബന്ധിച്ച് വിജയസാധ്യതയാണുള്ളത്. കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ കൊടുത്ത് തീർക്കുവാൻ സാധിക്കും. കാര്യവിജയം വ്യവഹാര വിജയമൊക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പ്രത്യേകം വെച്ചു പുലർത്തേണ്ടതാണ്. അത്തം നക്ഷത്രജാതരുടെ 2026 ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതയിലേക്ക് കടന്നാൽ തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു പുനഃപ്രതിഷ്ഠ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയുമായിട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനിടയുണ്ട്. തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മേലധികാരികളുടെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയൊക്കെ ഒരു ഇടപെടലിൽ ഒരു വിശ്വാസ്യക്കുറവ് അല്ലെങ്കിൽ ഒരു സംശയദൃഷ്ടി ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടേക്കാം. പ്രവാസ ജീവിതത്തിലേക്ക് ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അതിനു വേണ്ടി പരിശ്രമിച്ചാൽ കുറച്ചധികം ധനം ചിലവായാൽ പോലും കാര്യം ഏകദേശം നടക്കുന്നതാണ്. എങ്കിലും ധനപരമായിട്ടുള്ള ചിലവുകൾ വരുമ്പോൾ അത് നമ്മൾ സാമ്പത്തികമായിട്ട് കബളിപ്പിക്കപ്പെടുന്നില്ല എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തിക്കണം. വിവാഹ വിഷയങ്ങളിൽ അകാരണമായിട്ടുള്ളൊരു മെല്ലപ്പോക്ക് ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകാനിടയുണ്ട്. ദാമ്പത്യ കലഹവും അതുവഴിയുള്ള താൽക്കാലികമായിട്ടുള്ള വേർപിരിയലും സംഭവിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. തൊഴിൽ സ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും. ചിത്തിര 1-2 നക്ഷത്രജാതരുടെ 2026 ജനുവരി മാസത്തിലെ ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ വളരെയേറെ വേണ്ടിവരുന്നൊരു കാലഘട്ടമാണ്. ദാമ്പത്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കടുത്ത തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ആ വിഷയങ്ങളുടെ വസ്തുതയും യാഥാർത്ഥ്യവും സത്യവും അന്വേഷിച്ചറിയുന്നത് നന്നായിരിക്കും. വിവാഹ വിഷയത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് ചില ദോഷഫലങ്ങൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക വിഷയം കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകൾക്കിടയുണ്ടെങ്കിലും ഏകദേശം അവയൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുവാനിടയുണ്ട്. സ്ഥാനമാനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നതാണ്. അധികാര സ്ഥാനത്ത് നിന്നും മാറ്റി നിയമിക്കപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിജയം പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ തീർക്കുന്ന കാര്യത്തിലും ഏകദേശം കാര്യസാധ്യം ഉണ്ടാവാനിടയുണ്ട്. ചിത്തിര 1-2 നക്ഷത്രജാതരുടെ 2026 ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത പറഞ്ഞാൽ അബദ്ധം മൂലം ഏതെങ്കിലും ഭാഗ്യാവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള ചെലവുകളെ വളരെയേറെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കേണ്ടതുണ്ട്. കോടതി വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു ചാഞ്ചാട്ടം അവ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ കോപരഹിതമായി ശ്രമിച്ചാൽ കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് അലസത അല്ലെങ്കിൽ അലച്ചിൽ വർദ്ധിക്കും, അല്ലെങ്കിൽ അലസത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നത് പോലെ തന്നെ ദാമ്പത്യ ജീവിതം പ്രണയ വിഷയങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. ചില പ്രണയങ്ങൾ ഈ കാലഘട്ടത്തിൽ അവിടെ വെച്ച് തന്നെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയും ലിവിങ് ടുഗദർ പോലെയുള്ള ബന്ധങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും വിഘടിച്ചു പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏറെ വിട്ടുവീഴ്ചയോടുകൂടി തന്നെ കാര്യങ്ങളെ നോക്കി കണ്ടില്ല എങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല, ലക്ഷ്യം കാണാൻ സാധിക്കില്ല, കാര്യപരാജയം ഉണ്ടായേക്കാം. ഇപ്പം നമ്മളിതുവരെ കന്യാകൂറിൽപ്പെട്ട ഉത്തരം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 നക്ഷത്രജാതർ ഓരോരുത്തരുടെയും നക്ഷത്രഫലങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുവെങ്കിൽ നമുക്കിനി പൊതുവിൽ കന്യാകൂറുകാരെ സംബന്ധിച്ച് വരുന്ന ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എന്തായിരിക്കും?
ഇവർക്ക് ശനിദോഷം നിൽക്കുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യ വിഷയങ്ങളിൽ, പ്രണയ വിഷയങ്ങളിൽ, കുടുംബ വ്യവസ്ഥയിലൊക്കെ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനക്ലേശവും പ്രതീക്ഷിക്കും. വിവാഹ വിഷയത്തിലാണെങ്കിൽ എന്തോ ഒരു അകാരണമായ തടസ്സം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോപണം പറയുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, പെണ്ണ് കാണാൻ വരാമെന്ന് പറയുന്നവർ വരുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പിക്കാമെന്ന് പറയുന്നവർ ഉറപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു മെല്ലപ്പോക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ സംബന്ധമായിട്ടും ചെറിയ ചെറിയ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും തൊഴിൽ നഷ്ടത്തിന് തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ജോലിയിൽ ശ്രദ്ധക്കുറവ് വരരുത്. അവനവൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന രീതി നല്ലതായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ അവമതിപ്പോ, അധികാര ഭ്രഷ്ട്, കാര്യതടസ്സം തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. നിയമപരമായിട്ടുള്ള കേസ് വഴക്കുകളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ശത്രുജയത്തിനും കോടതി വ്യവഹാര വിജയത്തിനൊക്കെ സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള കടബാധ്യതകൾ കുറച്ചെങ്കിലുമൊക്കെ കൊടുത്ത് അതിൻ്റെ ഏർപ്പാട് തീർക്കാൻ സാധിക്കും. ബന്ധുക്കളുമായിട്ടുള്ള ഒരു ഇഴുകിച്ചേരലിനെ തടസ്സം ചില വാക്കുകൾ സൃഷ്ടിക്കാനിടയുണ്ട്. ചില വാക്കുകളുടെ ഉപയോഗം, അതുപോലെ ധനസ്ഥിതി, ഒരുപാട് ചിലവുകൾ വരിക, വരുമാനം അതിന് തുയരാതെ വരിക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലവുകൾ വരുന്നതനുസരിച്ച് കടത്തിനുമ്പോൾ കടം വാങ്ങിച്ച് കൂട്ടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കടം തീർക്കാനുള്ള, കടബാധ്യത തീർക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വേറൊരു തരത്തിൽ വരുന്നു എങ്കിലും വാങ്ങുന്നു, ചിലവഴിക്കുന്നു, കടം വീടുന്നു, വാങ്ങുന്നു, ചിലവഴിക്കുന്നു, കടം വീടുന്നു, കടം വാങ്ങുന്നു എന്ന് പറയുന്നത് പോലെ മിച്ചം നീക്കിയിരിപ്പൊന്നും ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയും ജാഗ്രതയും ചിലവ് നിയന്ത്രണമൊക്കെ വരുത്തിയാൽ, അതുപോലെ എടുത്തിയാട്ടവും കൊണ്ടുപോകുമൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നൊരു കാലഘട്ടമാണെന്ന് തന്നെ നമുക്കിവിടെ സൂചിപ്പിക്കാൻ ഒക്കും. ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ അസ്തമയ ശേഷം സസ്ഥാപന നീരാജനവും മഹാദേവന് പിൻവിളക്കം സമർപ്പിക്കുക, വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, വ്യാഴാഴ്ചകളിൽ രാവിലെ 7 അല്ലെങ്കിൽ 6 മണിക്കും 8 മണിക്കും ഇടയിലുള്ള സമയം മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരികാലിനെ ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുക. അരികാൽ പ്രദക്ഷിണം ചെയ്യുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകല നിറത്തുള്ള വസ്ത്രം ധരിക്കുക. വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുങ്കുമം തിലകം ധരിക്കുക. രക്തപുഷ്പാഞ്ജലി, ഗുരുജപുഷ്പാഞ്ജലി, കടുംപായസം, നെയ്വിളക്ക് പോലെയുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഈശ്വര പ്രാർത്ഥനയിലൂടെ മനോബലം വർദ്ധിക്കുക. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഒരു മനോബലം ആർജിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വിജയം ഉണ്ടാകുമെന്നാണ് നമുക്കിവിടെ സൂചിപ്പിക്കാറുള്ളത്. നന്ദി, നമസ്കാരം.